ഹലോ വൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സുപ്രേഷ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. നമ്മളിപ്പോൾ 1 ഡേ ട്രിപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. ജസ്റ്റ് ട്രിപ്പ് പ്ലാനിങ് ഒക്കെ ChatGPT ചെയ്ത് തന്നിട്ടുണ്ട് ബഡ്ജറ്റായിട്ട്. സോ നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ശ്രീ പത്മനാഭൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരത്ത് തന്നെ മെയിൻ ക്ഷേത്രം, അതേമാതിരി വേൾഡിലെ റിച്ചസ്റ്റ് ഗോഡ് എന്നറിയപ്പെടുന്ന പത്മനാഭൻ്റെ ക്ഷേത്രം, സാക്ഷാൽ മഹാവിഷ്ണു ഇരിക്കുന്ന സ്ഥലം. സോ നമ്മൾ സമയം വന്നിട്ട് 5:30. സമയം വന്നിട്ട് 5:30 തിരുവനന്തപുരം ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ റെയിൽവേ സ്റ്റേഷൻ KSRTC സ്റ്റേഷനിലൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഗൈസ് അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോകാൻ പോണത്, പോയിക്കൊണ്ടിരിക്കണേ. അമ്പലത്തേക്ക് നടന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ഇറങ്ങി വെച്ചാൽ നടക്കേണ്ട ദൂരമുള്ളൂ. KSRTC അല്ലെങ്കിൽ നടക്കേണ്ട 1 കിലോമീറ്ററുള്ളൂ. മറ്റേ വാക്കബിൾ ഡിസ്റ്റൻസ്. അതേമാതിരി ഇപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ വരികയാണെന്ന് വെച്ചാൽ, ദൂരത്തു നിന്നൊക്കെ വരികയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫ്രഷപ്പ് ആകാനും വാഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ ഫ്രഷപ്പ് റൂമുണ്ട്. AC ഫ്രഷപ്പ് റൂംസ് ഉണ്ട്, അത് അവൈലബിൾ ആണ്. അതിലും എന്താ പറയുക, ആ 30 രൂപ കൊടുത്ത് വെച്ചാൽ 1 മണിക്കൂർ അതിനുള്ളിൽ നമ്മൾ ഫ്രഷപ്പായിട്ട് സിമ്പിളായിട്ട് വരാൻ കഴിച്ചു. അങ്ങനെയാണ് ഞാൻ ഫ്രഷായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ എന്താ അവസ്ഥ എന്നറിയില്ല. 6:30 നട തുറക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഗൂഗിൾ നോക്കിയപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോയ കഴിച്ച്. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുള്ളൂ. എന്തായാലും അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പിട്ടുണ്ട് കഴിച്ച്. നമ്മൾ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ കുറച്ച് പേടിച്ച് നടക്കുന്ന കഴിച്ച്. കാരണം ഓരോ കടൻ്റെ ഫ്രണ്ടിലും ഓരോ ആൾക്കാരൊക്കെ ടക്കുന്ന് ഉറങ്ങുന്നുണ്ട്. എല്ലാവരൊക്കെ പ്രാന്തന്മാരും വരെ നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നടന്നു വരുമ്പോൾ ഒരാളെ കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലോണം പേടിയായി കഴിച്ച്. എന്താ പറയുക, അയാൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. നമ്മളെയൊക്കെ നല്ലോണം നോക്കും. നല്ല ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഗൈസ്. നമ്മളിപ്പോൾ ശ്രീവിലാസം റോഡോ ഗൈസ്, ശ്രീവിലാസം റോഡെത്തി ഗൈസ്. അവിടെ തന്നെ കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. നമുക്ക് തോന്നുന്നു ലെഫ്റ്റാണോ വന്നത് ഗൈസ്. നമ്മൾ അമ്പലത്തേക്ക് പോകുന്നതിന് ആദ്യം തന്നെ ഒരു ചെറിയൊരു ഗണപതി അമ്പലമുണ്ട്. അത് അടിപൊളിയുണ്ട് ഗൈസ്. അതാണ് ഞാൻ കുറച്ചപ്പോഴേ കണ്ടത്. ഫസ്റ്റ് ഗണപതിൻ്റെ അമ്പലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമ്പലത്തിൽ പോകുന്നത്. സോ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഗണപതിൻ്റെ അമ്പലത്തിൽ വരും ഗൈസ്. ഗൈസ് നമ്മൾ കിഴക്കേ നടയിലെത്തി ഗൈസ്. കിഴക്കേ നട കാണിച്ചു. അവിടുത്തെ വ്യൂ അടിപൊളി. ഗൈസ് നമ്മൾ പോണ വഴി തന്നെ ഒരു ആന പോലത്തെ അതിൻ്റെ പ്രതിമയുണ്ട് ഗൈസ്. അതിൻ്റെ സംഭവം എനിക്ക് ഇത്ര മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി വെച്ചാൽ കമൻറ്റ് ചെയ്യണേ, കാണിച്ചതേ. കാണുമ്പോൾ ആന വഴിയിൽ സംഭവം ആനയാണ്. ആന വരെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അത് സംഭവം എനിക്കറിയില്ല. അത് അമ്പലത്തേക്ക് പോകുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. അമ്പലം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പാക്കളം. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കണം. അതിൻ്റെ ഫുൾ മാപ്പ് ഉണ്ട് ഗൈസ് ഇവിടെ ഒരു ഇതിൽ കാണിച്ചു തരാം. എവിടെയൊക്കെയാണ് ഇതാ ഫോർട്ട് വാള്, റിങ്, അതേമാതിരി ടു എയർപോർട്ടിലേക്ക് എത്തി കൂടിയാണ് MG റോഡ്, അതേമാതിരി റെയിൽവേ സ്റ്റേഷൻ റോഡ്, അതേമാതിരി വരകം എല്ലാം ക്ലിയറായി കാണുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ അവിടെ കിട്ടും. അതേമാതിരി ക്ലോക്ക് റൂം എവിടെയാണെന്നൊക്കെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ. ടോയ്ലറ്റ്, ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ, വെയിറ്റിംഗ് ലൂയിസ്, പിന്നെ കഫറ്റേരിയ, ഇതെല്ലാം ക്ലിയറായിട്ട് ഈ ഒരു മാപ്പ് മാതിരി ഒരു കല്ലിലാക്കി അയച്ചു ഗൈസ്. ഇത് സെറ്റപ്പാണ്. എല്ലാ അമ്പലത്തിനുണ്ട് ചടി കളിക്കും ഗൈസ്. ഗൈസ് നമ്മൾ ഇത് അമ്പലത്തിലെത്തിയ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചേട്ടൻ ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞു. ആ ചേട്ടനാണ് ഇത്. ഈ ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? അനന്ത്. സ്ഥലം ഒന്നും ഇവിടെ തന്നെ അല്ലേ? ഈ ചേട്ടനാണ് നമുക്ക് ഫോട്ടോ എടുത്ത് തന്നത്. ഹായ് ഗൈസ്. ഏട്ടനടുത്ത് നമ്മൾ ചോദിക്കുക ഈ അമ്പലത്തിനെ കുറിച്ച് എന്താ അവസ്ഥ എന്നൊക്കെ. വരുമ്പം ഒരു പ്രത്യേക സുഖം അതിൻ്റെ ഫ്രണ്ട്. ഒരു പോസിറ്റീവ് എനർജി അല്ലേ? പിന്നല്ലാതെ
നല്ല വ്യൂ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ലോക്കർ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ബാഗ് ഫോണൊക്കെ ഇനി അവിടെ അമ്പലത്തിൽ തൊഴുതിട്ട് വന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. ഹായ് ഗൈസ്, നമ്മളങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഗൈസ്. അവിടെ വന്നിട്ട് ഇപ്പോൾ ദർശനം കിട്ടി തിരിച്ചു പോകണം. അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഹായ് ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ എടുത്തെന്നു. അതേമാതിരി നമ്മളോട് ദർശനത്തിൽ വന്ന ഫ്രണ്ട്സാണ്. അപ്പോൾ അവൻ്റെ പേരെന്താ? നരസിംഹ റെഡ്ഡി. ഇറ്റ്സ് എ നൈസ് നെയിം ബ്രോ. തിരുമലേഷ്. We traveled all the way from Hyderabad. ഹൈദരാബാദിൽ നിന്ന് വന്നുകൊണ്ട് വന്ന ഫ്രണ്ട്സാണ്. ഇപ്പോൾ ടെമ്പിൾ എങ്ങനെയുണ്ടായിരുന്നു? ടെമ്പിളിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കൊടുക്കും. This is an awesome place to visit actually. The aura, the divinity here is so precious actually. I think everybody must visit this place. Yeah, different visual and different vibe in ഉള്ളിൽ. Exactly. Yeah. നമുക്ക് എന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് വേറൊരു വൈബാണെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വേറൊരു വിഷ്വൽ ബ്യൂട്ടി, വേറൊരു വേൾഡിൽ പോയാൽ മതിയാണ് നമുക്ക് അവസ്ഥ. അടിപൊളിയല്ലേ? This feeling is good in different world. Obviously, it is exactly a different world when we enter inside. Yeah, it's a peaceful world and completely full positive vibes. Exactly. Yeah, all are visiting in inviting visiting in this place. Yeah, everybody. Everybody from different states actually. Yeah. Even north, south, from all the states they are visiting. It's a super place. Yeah, awesome. Super and peaceful place. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. This is the second time actually. Oh, this is time. I am first time in actually. I am in Palakkad, Kerala. Also. Close to here. Close to Hyderabad. നോക്കുമ്പോൾ നമുക്ക് ഇത് ക്ലോസ് തന്നെയാണ്. So this is the second time actually. Yeah, I am first time. How is it? Super. As usually. Okay, where is stay? It's nearby, close to temple. Close to temple. Yeah. Okay, അടുത്ത് തന്നെയാണ് സ്റ്റേ പറഞ്ഞേക്കുന്നത്. Okay. We Next where are you visiting? Varkala. We are going to Varkala today. Okay. We have train tomorrow. Okay, night party and Exactly. chilling party ആണ് guys. Full vibe ആയിട്ടാണ് ഏട്ടന്മാർ വന്നിരിക്കുന്നത്. Tomorrow back to Hyderabad. നാളെ ആള് ഹൈദരാബാദിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തേക്ക് കാണാം guys. ഇനി 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അതിനും കൂടി പരിചയപ്പെടുത്തരാം. ബ്രോൻ്റെ പേരെന്താ? Govardhan Reddy in Hyderabad. IT worker? Yeah. Both are IT. Yeah. Come on bro. Bro, what is your name? Sandesh Reddy. IT which company bro? Patterns. The patterns. ചുമ്മാ പാറ്റേൺസിന് ജസ്റ്റ് ഒന്ന് ഇവർ വിസിറ്റിങ്ങിന് വന്നിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരത്ത്. സോ ഇനി വൈകുന്നേരം പിന്നെ എല്ലാവരും പാർട്ടിയാണ് വർക്കല വെച്ചിട്ട്. അപ്പോൾ അടിപൊളി വൈബാണ്. ഇനി കണ്ടതിന് സന്തോഷം. അടുത്ത എന്തായാലും വീഡിയോയിൽ വരും. നമുക്ക് എന്തായാലും ഇനിയും വിസിറ്റ് ചെയ്യാം, കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ പൈസ അങ്ങനെ നമ്മൾ ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ബോളിയും അവിടെ പൈസ കഴിക്കാൻ പോകണം ഗൈസ്. ഇവിടെ അടുത്ത് തന്നെ കടയുണ്ടെന്ന് പറയുന്നുണ്ട്. പറ്റാവുന്ന കഴിച്ചിട്ട് അടുത്ത അമ്പലം പിടിക്കണം, ഇല്ല അടുത്ത സ്പോട്ട് എന്തെങ്കിലും പിടിക്കണം. അപ്പോൾ കുറേ അണ്ണന്മാരെ കണ്ട് അവരിവിടെ തന്നെയാണ് ഹൈദരാബാദ്. ഇന്ന് 2ാമത്തെ തവണയാണ് ഇവിടേക്ക് വരുന്നത് പറഞ്ഞത്. ഞാൻ ആദ്യത്തെ തവണയാണ് ഗൈസ്, കാര്യമൊന്നുമില്ല, ഇനിയും വരാം. അടിപൊളി വൈബ് സ്ഥലമാണ് ഗൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഇനി മഹാബോളി കഴിക്കാൻ പോവാം ഗൈസ്. നമ്മൾ ബോളി കഴിക്കാൻ വേണ്ടി ബോളി കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കട, മഹാബോളി എന്ന് പറഞ്ഞാൽ കടൻ്റെ പേര്. സോ ആ കട ആദ്യം തുറന്നിട്ടുള്ളൂ. അവരോട് ചോദിച്ചപ്പോൾ അവർ 9 മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെ മറ്റേ എന്താ പറയുക, ആറ്റുകാലമ്മ ഇവിടെ നിന്നൊക്കെ 1 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്, 1-2 കിലോമീറ്ററേ ഉള്ളൂ. സോ നമുക്ക് അവിടെ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ തുറക്കും, പിന്നെ പാലസും തുറക്കും. അപ്പോൾ നമുക്കിനി എന്തായാലും ആറ്റുകാൽ പൊങ്കാലി ഇടുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഇവിടുത്തെ ഗൈസ് നമ്മളങ്ങനെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പോന്നു. അവിടെ ആറ്റുകാലമ്മനെ കണ്ടു. ഇതാ ഇപ്പം വല്ല തിരിച്ചറിയുള്ളൂ. പ്രസാദം വാങ്ങിയിട്ടുണ്ട്, അരവണി ഉണ്ണിയപ്പം. ആ ടേസ്റ്റ് ഉണ്ട് ഉണ്ണിയപ്പം. ഇനി അടുത്ത് വന്നിട്ട് ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അന്നദാനം കഴിക്കാൻ വെച്ചാൽ നമുക്ക് സമയം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് പിന്നെ
ചട്ടമ്പി സ്വാമികളുടെ സമാരം ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് നമുക്കിനി അടുത്തത് വന്നിട്ട് പായസം കുടിക്കാൻ പോകാം ഗൈസ്. ബോളിയും പായസവും അതാണ് ടാസ്ക്. കുറച്ചേരം ഇരിക്കാം, കാല് നല്ല വേന ഗൈസ്. അങ്ങനെ നമ്മൾ ബോളിയും അടയും കഴിച്ചു. ഇനി അടുത്ത് പോകുന്നത് കൂത്തരമാളിക മ്യൂസിയം. മാപ്പിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ കുഴപ്പമില്ല, രാവിലെ ഒന്ന് കഴിക്കാനോ അത് കഴിച്ചപ്പോൾ ഒരു വയറ്റിന് സുഖമില്ല. അടപ്രഥമൻ നല്ല മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് അടിപൊളിയുണ്ട്. രണ്ടുപേരും കഴിക്കാൻ അടിപൊളിയുണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. രണ്ട് ബോളിയൊന്നും പോരാ, ഒരു 3-4 ബോളിയും കൂടി കഴിക്കണം. ഒരു 4 പേര് വന്നു വെച്ചാൽ ഒരു 8 ബോളിയും കൂടി വാങ്ങിച്ച് ഒരു പായസവും വാങ്ങിച്ചാൽ സെറ്റാണ്. അല്ലെങ്കിൽ പണി കിട്ടും തോന്നുന്നു ഗൈസ്. നമ്മളിതാ അമ്പലം കഴിഞ്ഞു, ഇനി മ്യൂസിയത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പഴയ കൊട്ടാരമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ആർട്ട് ഗാലറി വന്ന് കുറേ കുതിരമാളിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മുടെ തിരുവിതാംകൂർ കുടുംബത്തിൽ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഈ ഗാലറിയിലുണ്ട്. ഐ മീൻ ഫോട്ടോസായിട്ടും അവർ യൂസ് ചെയ്ത ടൂൾസ് അതെല്ലാം. ദിവസം അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരു ടിക്കറ്റ് വന്ന് 100 രൂപയാണ്. എടുക്കാൻ വെയിറ്റ് ചെയ്യും ദിവസം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ആണ് ആർട്ട് ഗാലറി എന്ന് പറയുന്നത്, കുതിരമാളിക എന്ന് പറയുന്നത്. നല്ല പീസ്ഫുള്ളായൊരു സ്ഥലമല്ലേ. പഴയ കൊട്ടാരമാണ് തിരുനാൾ രാമവർമ്മൻ്റെ. ഇതാണ് കുതിരമാളികകളുടെ എൻട്രൻസ്. നമുക്ക് കുതിരമാളിനുള്ളിൽ പോകണം. വാവ്, അടിപൊളി സ്ഥലം. പഴയ പത്തായപ്പര സിറ്റ് സ്ഥലം ഗൈസ്. നമ്മൾ അങ്ങനെ കുതിരമാളികനുള്ളിൽ എത്തി. ഇത് അടിപൊളി സ്ഥലം. പഴയ കൊട്ടാരം ഗൈസ്. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആളിൻ്റെ കൊട്ടാരമാണിത്. ഓ വലിയ വീടല്ലേ, കാണാൻ തന്നെ അടിപൊളിയുണ്ട്. രസമുള്ള സ്ഥലമാണ്. നമ്മൾ കുതിരമാളിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ എൻട്രൻസ് ചേട്ടാ? ഇതല്ലേ എൻട്രൻസ് കുതിരമാളിക്കുള്ളത്? ആ അതിൽ കൂടെ തന്നെ ആയിരുന്നു. ആ ഓക്കെ, അറിയില്ല. ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല എൻ്റെ മോനെ. சார் சொல்லுங்க, நீங்கள் அங்கே உள்ளில் ஏதாவது இதெல்லாம் பார்த்தது எப்படி இருக்குது? உள்ள வந்து ஆதிய காலத்தில் உள்ள பொருட்கள் எல்லாம் நல்லா இருக்குது. ஓகே. ஞான தந்தங்கள்லாம் ஞான தங்கம் 400 வருடங்களுக்கு முன்பு. அப்படி 400 years before. இது ஃபர்ஸ்ட் டைமா இங்கே? இங்கே வந்து ஃபர்ஸ்ட் டைம். ஓகே ஓகே. ஏன்னா ஒரு கோவில்பட்டி, தூத்துக்குடி டிஸ்ட்ரிக்ட். கோவில்பட்டி, ஓகே. என்னோட பாலக்காடு. ஓ நீங்கள் பாலக்காடு. ஓகே. நீங்கள் எப்போ வந்தது? இன்றைக்கி வந்ததா? இன்றைக்கி தான் வந்தது. அமிர்த எக்ஸ்பிரஸா? கன்னியாகுமரி வந்தது. ஓகே ஓகே ஓகே. ஆமாம். കുതിരമാളികൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. അതാണ് കാണേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് കയറും. അപ്പോൾ ശരി, ഇവിടെ നിന്ന് ഇനി ക്യാമറ അല്ലോട്ടല്ല, പൈസ എടുക്കണം. ശരി, ബൈ ഗൈസ്. സാധനം ഹായ് ഗൈസ്, കുതിരമാളിക്ക് പോയി. സാധനം സീനായിട്ടുണ്ട്. എന്താ പറയുക, ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പോൾ എന്താ പറയുക, സൂപ്പർ സ്ഥലം ഗൈസ്, സൂപ്പർ. നല്ല രസമുണ്ട്. ഉള്ളിൽ കുറേ രാജാവിനെ കുറിച്ചും രാജാവ് എന്തൊക്കെ യൂസ് ചെയ്ത് തോക്ക്, അവിടെ നിന്ന് പിടിച്ച തോക്ക്, പിന്നെ കൊട്ടാരത്തിൽ എന്തൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുറേ സാധനം. പിന്നെ
രാജകൊട്ടാരം എങ്ങനെ ഉണ്ടാവും, പിന്നെ രാജാവിൻ്റെ വാള് ഇരിക്കുന്നത് കിടക്ക എല്ലാ സാധനവും ഉണ്ട്. ഇതിലാണ് 100 രൂപ കൊടുത്തത്. അടിപൊളിയായിട്ട് ഗൈസ്, 100 രൂപയ്ക്ക് പുറത്ത് തന്നെയാണ്. കുറേ നടക്കാണ്ട് കേട്ടോ. സോ സാഡ്. ഇതാണ് രാജാവിൻ്റെ പാലസ്, കുതിര മാളിക എന്ന് പറയുന്നത്. ഇതാണ് ഗൈസ്, ഇത് കുതിര മാളിക. ഇത് ഗസ്റ്റ് ഹൗസ്, അവിടെ ചെറിയൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. സോ സെറ്റ് സ്ഥലമാണ് ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് ആർട്ട് ഗാലറി, ചിത്രലയം മ്യൂസിയം. അതാണ് ഈ ആർട്ട് ഗാലറി എന്ന് പറയുന്നത്. നമ്മളിനി നടന്നുകൊണ്ടിരിക്കണം ഗൈസ്. നടന്നാൽ 30 ആളായി ഗൈസ്. നമ്മൾ ആ കൂടി കഴിച്ചത് എന്താണ്, ഗോളിയും പായസവും മാത്രമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ലഞ്ച് നല്ലോണം കഴിക്കാം. ഗൈസ് നമ്മളങ്ങനെ മ്യൂസിയമൊക്കെ കണ്ടു. ഇനി കുറച്ച് നേരം സ്റ്റേ ചെയ്യണം. നല്ല ടയേർഡായി ഗൈസ് നടന്നിട്ട്. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റിയത് ഒന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് എവിടെയും പോയി കിടന്നുറങ്ങാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നോക്കാം. ഹായ് ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വെച്ചാൽ കമൻറ്റ് മറക്കാണ്ടിരണേ. ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത വീഡിയോ കാണാൻ ബൈ ഗൈസ്.